സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ ചെയ്യുന്ന സദഖകൾ ഏറ്റവും നല്ല സദഖ നിങ്ങളുടെ ഭാര്യ അൻഫഖഹു അലാ അഹ്ലിഹി, അവൻ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെലവ് ചെയ്യുന്ന സദഖയാണ്. ഒരാൾ തന്റെ ഭാര്യയ്ക്ക് ഇൽമു പറഞ്ഞു കൊടുത്താൽ അത് സദഖയാണ്. ഒരാൾ തന്റെ ഭാര്യയുടെ വായിൽ ഭക്ഷണം വെച്ചു കൊടുത്താൽ അത് സദഖയാണ്. ഒരാൾ തന്റെ ഭാര്യയുമായി ശാരീരികമായ ബന്ധം സ്ഥാപിച്ചാൽ അത് സദഖയാണ്, സദഖയാണ്, സദഖയാണെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. എന്താ ഭാഗ്യം! പെണ്ണുങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുത്താൽ സദഖ, ഭാര്യയില് വായില് ഭക്ഷണം വെച്ച ഐസ്ക്രീം തോണ്ടി കൊടുത്താല് സദഖ, അവളോട് ശാരീരികമായി ബന്ധം പുലർത്തിയ അതും സദഖ പോൽ. മാഷാ അല്ലാഹ്, എന്താ ഇപ്പൊ സംഭവം പറഞ്ഞില്ലേ? അതുകൊണ്ട് നിർത്തേണ്ട, ആഴ്ചയിൽ ഒരു പ്രാവശ്യം നോക്കേണ്ട, ദിവസം ആയിക്കോട്ടെ, ബർക്കത്തിന് സദഖയാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന സദഖയാണ്. നമ്മളിപ്പോ ഇവിടുത്തെ സിറാജുൽ ഹുദാടെ നമ്മുടെ ചുള്ളന്മാർക്ക് കുറച്ച് പൈസകൾ സദഖ ചെയ്യണമെന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. സദഖ ചെയ്യണം, ഒരു പവന്റെ സ്വർണ്ണം, അര പവന്റെ സ്വർണ്ണം ചോദിച്ചാൽ ഭാര്യയുമായിട്ട് സദഖായ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സദഖ ചെയ്ത് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞ വാക്കാണ്. ഇത്ര വലിയ മക്കാനത്തോ ഈ പെണ്ണുങ്ങൾക്ക്, ഇത്ര വലിയ സ്ഥാനമോ ഈ പെണ്ണുങ്ങൾക്ക്, ഭയങ്കര സ്ഥാനം. അതാണ് ഇസ്ലാം നൽകുന്നത്, പെണ്ണുങ്ങൾ നൽകുന്ന സ്ഥാനം മക്കാനത്ത്. നാലാമത് സഹോദരിയാണ്, പെണ്ണുങ്ങൾ സഹോദരിയാണ്. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇന്നമൻ നിസാഉ ശഖായിഖുർ റിജാൽ. യുഗ്മ സഹോദരികൾ എന്ന് മലയാളത്തിൽ പറയും, യുഗ്മ സഹോദരികൾ. ആ സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചയപ്പിച്ചതിന്റെ പേരിൽ അവർക്ക് നാളെ നരകത്തിന്റെ മോചനമാണ്. അവർ നാളെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി. അതുകൊണ്ട് യുവാക്കളെ, നിങ്ങൾ ശരീഅത്തിനെ പഠിക്കണേ, ഇസ്ലാമിനെ പഠിക്കണേ. ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാൻ, ഇസ്ലാമിനെ തകർക്കാൻ, ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ ഒരു കൂട്ടം കുൽസിത ശ്രമങ്ങൾ നടത്തുമ്പോ അതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ മുസ്ലിം യുവാക്കൾ ഇസ്ലാമിക ശൈലിയിൽ ജീവിക്കണേ. കാടൻ നിയമങ്ങളെയും പാശ്ചാത്യ സംവിധാനങ്ങളെയും പാശ്ചാത്യ സംസ്കാരങ്ങളെയും കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണേ യുവാക്കളെ. അങ്ങനെ സഞ്ചരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പ്രേരണ നൽകുന്നുവെങ്കിൽ അതിൽ നിന്ന് ആരാണോ പിന്മാറിക്കൊണ്ട് യൂറോപ്യൻ സംസ്കാരങ്ങളെ കിടപിടിക്കുന്നത്, അതാണ് ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇത്തിബാഉൽ ഹവാ, ഭൗതികമായ ഇച്ഛയാണ് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. യുവാക്കൾ എന്ന് പഴിപിഴയ്ക്കാനുള്ള കാരണം ഇത്തിബാഉൽ ഹവാ, ഭൗതികമായ ഇച്ഛ. ആ ഭൗതികമായ ഇച്ഛ എന്താ? അതിൽ ഒന്ന് പ്രേമം. പ്രേമം എന്ന് എവിടെയും പറയാം, സ്നേഹം, ലവ്. അപ്പൊ പിന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഏത് കുട്ടികൾക്കും ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഭയങ്കര സംഭവം, അത് വല്ലാത്തൊരു വീട് തന്നെയാണ് പ്രേമം. സിനിമയും ഉണ്ട് പ്രേമം, പ്രേമം പ്രേതവും ഉണ്ട് സംഭവം. അപ്പൊ ഈ പ്രേമമാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം, യുവാക്കളെ നലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ബാലിന് വന്നാലും അതിൽ കുത്തി കുത്തി ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ദിക്റില്ല, ഇതെന്നെ ദിക്ർ. ഡിജിറ്റൽ തസ്ബീഹ് എന്ന് പറയും ഇതിന്റെ പേര്, ഡിജിറ്റൽ തസ്ബീഹ്. കുത്ത ഇങ്ങനെ കുത്തി കുത്തിയിരിക്കുക, സംസാരിക്കണ്ടല്ല, വോയിസ് മെസ്സേജ് വേണ്ടല്ലോ. അപ്പൊ ആരും അറിയുന്നില്ല, അപ്പുറത്ത് റൂമിൽ കിടക്കാണ്, ഇവിടെ ഉപ്പ ഉണ്ട്, ഇപ്പുറത്ത് ഉമ്മ ഉണ്ട്, എന്തൊരു വിഷയല്ലപ്പാ, ഈ ചാറ്റി ഹായ് അടിച്ചു കൊടുക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നാളെ ഈ കരങ്ങൾ അല്ലാഹുവിനോട് സംസാരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്ന് കരങ്ങൾ സംസാരിക്കുന്നില്ല യുവാക്കള്, നമ്മുടെ കരങ്ങൾ സംസാരിക്കല്ലേ. നീ അവിടെ പോയി ഞാൻ ഇത്ര മണിക്ക് മംഗലാപുരത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിൽക്കും, നീ അവിടെ നിൽക്കണം, നീ അവിടെ നിന്ന് നോക്കി നിൽക്കും, നമുക്ക് അവിടെ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് സിമോഗൊക്കെ പോകാം, നമുക്ക് ജോഗ്ഫാൾക്ക് പോകാം എന്നൊക്കെ. ആടെ വന്ന് നീ നിൽക്കണം. എല്ലാം രാത്രി നൈറ്റിൽ ഇരുന്ന് എല്ലാം മെസ്സേജ് ആക്കാണ്. അപ്പൊ സുബൈക്ക് സുബൈ നിസ്കരിച്ചിട്ട് ഓൾ അവിടെ ദ്വാരം കൊണ്ടത് അല്ലാഹു അഊദു ബികലിമാത്തില്ലാഹി തആമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഞങ്ങൾ രണ്ടൊരു ബൈക്കിലാണ് പോകുന്നത്, അടച്ചാൽ നീ അപകടങ്ങളെത്തിട്ട് കാത്തിരിച്ചിട്ടുള്ള നിയത്തി ചെയ്തിട്ട് സുബൈസ്കാരം പോ കറങ്ങാൻ. ആരും ഫോണിലാണ്, എല്ലാം ഫോണിലല്ല. اليوم نختم على أفواههم وتكلمنا أيديهم. قرآن وتكلمنا أيديهم. ഈ കരങ്ങൾ നാളെ സംസാരിക്കുകയാണ്.
ഇന്ന് സംസാരിക്കുന്നത് പോലെ ഇന്ന് നമ്മൾ മെസ്സേജുകളിലൂടെ സംസാരിക്കുകയല്ലേ, നമ്മൾ കാമുകരുമായി ചാറ്റിംഗ് നടത്തുകയല്ലേ. ഇതേപോലെ യുവാക്കളെ, യുവതികളെ, നമ്മുടെ വിരലുകൾ നാളെ നമുക്കെതിരെ സംസാരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇപ്പൊ സംസാരിക്കുന്നില്ല, ഇതേപോലെ നാളെ സംസാരിക്കും. അന്ന് മുണ്ടാൻ പറ്റില്ല, മിണ്ടാൻ പറ്റില്ല, കൈകൾ തന്നെ സംസാരിക്കും. അല്ലാഹുവേ, ഞാൻ അവൾക്കെതിരെ ചാറ്റ് നടത്തിയല്ല, അവളോട് ചാറ്റ് നടത്തിയല്ല, അവളെ ചീറ്റ് ചെയ്തല്ല. അല്ലാഹുവേ, എല്ലാം വിരൽ പറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ ഫളിഹത്താക്കാതെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മളെ ഫളിഹത്താക്കാതെ കാത്തുരക്ഷിക്കട്ടെ. നാണം കിട്ടുമോ നമ്മൾ കയ്യെങ്ങാണ് നാളെ വിളിച്ചു പറഞ്ഞാൽ ഇതെല്ലാം സ്റ്റാപ്പിലടിക്കുള്ള മൂളാനേ പറ്റുള്ളൂ, മുണ്ടാൻ പറ്റൂല, എല്ലാം കൈ പറയും. അല്ലാഹു അക്ബർ. ഇതിനൊക്കെ അള്ളാഹു രഹസ്യമായിട്ട് ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറ, ഇപ്പൊ ഈ ക്യാമറ റെക്കോർഡ് ചെയ്ത് ലോകത്തിന് എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇതേപോലെ നമ്മളുടെ ക്യാമറ ഉണ്ടല്ലോ, നമ്മുടെ മൊബൈലിൽ ഒരു ക്യാമറ അള്ള ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ചിപ്പ്. ആ ചിപ്പ് അള്ള എടുക്കുന്ന ആൾ ആഖിറത്തിൽ. കുല്ല ഇൻസാൻ അൽസംനാഹു طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا. ഓരോ മനുഷ്യനും അവൻ ചെയ്യുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ അവന്റെ ഭാഗധേയങ്ങളെ നിർണയിക്കാനുള്ള ഒരു പുസ്തകം അവന്റെ കഴുത്തിൽ നാം കൊളുത്തിയിടപ്പെട്ടിട്ടുണ്ട്. നാളെ ഖിയാമത്ത് നാളാകുമ്പോ അത് നാം അഴിച്ചെടുക്കുമത്രേ. അതൊരു പുസ്തക രൂപത്തിലാക്കി അവന്റെ മുന്നിലേക്ക് കൊണ്ട് വെച്ചു കൊടുക്കുകയാണ്. വായിക്കടോ, വായിക്കടോ, ഇത് നിന്റെ ഗ്രന്ഥമാണ്, ഇത് നിന്റെ പുസ്തകമാണ്. ഇന്ന് നിന്നെ ശിക്ഷിക്കാൻ ഇത് തന്നെ ഞങ്ങൾക്ക് തെളിവാണ്. അല്ലാഹു അക്ബർ. ഇന്നത്തെ പെൻഡ്രൈവിനകത്തോട്ട് ഇട്ടിട്ട് അങ്ങനെ CD കാണിക്കുന്ന പോലെ നാളെ നമ്മുടെ എടുത്തിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് കാണിക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഐബങ്ങാണ് നാളെ വെളിപ്പെടുത്തിയാൽ തീർന്നില്ല, നാണം കെട്ടുപോയില്ലേ. നഊദുബില്ല. അല്ലാഹു നമ്മളെ നാണം കെടുത്തത് അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ, നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സൂക്ഷിക്കണം. എല്ലാവർക്കും ചിപ്പ് അല്ലാഹു ഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. യുവാക്കളെ, ചിപ്പ് അല്ലാഹു ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ യുവാക്കൾക്ക് ഒന്നാമത്തത് പ്രേമം. പ്രേമത്തിന്റെ ഒരു കഥ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ബീവി സലീഖ റളിയല്ലാഹു അൻഹാ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പിരിശം മൂത്ത പ്രേമം മൂത്ത മഹദിയായ സലീഖ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ താവളത്തിലേക്ക് വിളിക്കുകയാണ്, തന്റെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാണ്. വറാമദതുല്ലതീ ഹുവ ഫീ ബൈതിഹാ വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈത ലക്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യുവാവാണ്, യുവകോമളനാണ്, സുന്ദരനാണ്, സുഷ്മനാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇദാ സലീഖ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിട്ട് കതവടച്ചു പൂട്ടുകയാണ്. കതവടച്ചു പൂട്ടിയിട്ട് മഹദി അവറുകളെ വിളിക്കുകയാണ്. യാ യൂസുഫ് ഉൻദുർ ഫീ വജ്ഹി, യൂസുഫേ എന്റെ മുഖത്തേക്ക് നീ ഒന്ന് നോക്കണമേ യൂസുഫേ എന്ന് ആ ചെറുപ്പക്കാരനോട് ഒരു യുവതി, ഒരു ബാല്യക്കാരത്തെ വിളിക്കുമ്പോ ഈ ബാല്യക്കാരനായ യൂസുഫ് പറയുകയാണ്, അൽറുു ബിഹിമാ ഇലാ റബ്ബി. സലീഖ, എന്റെ കണ്ണുകൊണ്ട് നിന്റെ സൗന്ദര്യം കാണാനല്ല അല്ലാഹു എനിക്ക് കണ്ണ് സൃഷ്ടിച്ചത്. നിന്റെ രസവും നിന്റെ മാധുര്യവും നിന്റെ അങ്കലാവണ്യവും കണ്ട് ആസ്വദിക്കാനല്ല അല്ലാഹു എനിക്ക് കണ്ണ് നൽകിയത്. ബിഹിമാ അൽറുു ഇലാ റബ്ബി, എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് എന്റെ റബ്ബിനെ കാണാനാണ്, അവന്റെ അസ്തിത്വത്തെ കാണാനാണ്, അവന്റെ ദൃഷ്ടാന്തങ്ങളെ അറിയാനാണ് എന്റെ റബ്ബ് എനിക്ക് കണ്ണ് തന്നത് സലീഖ എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം
സ്വലാത്തു വസ്സലാം പറയുമ്പോ മഹദിയായ സലീഹ ബാല്യക്കാരെത്തി വീണ്ടും വിളിച്ചു പറയുകയാണ്, യാ യൂസുഫ് മാ അഹ്സന വജ്ഹക, യൂസുഫേ നിന്റെ മുഖം എന്തോ ഒരു രസമാണ്, നിന്റെ മുഖത്തിന്റെ കാന്തി എന്തോ ഒരു രസമാണ്, നിന്റെ മുഖം കാണാൻ എന്തോ ഒരു കൊതിയാണെന്ന് മഹാനായ യൂസുഫ് നബിയെ നോക്കിക്കൊണ്ട് ബാല്യക്കാരെത്തിയായ സലീഹ ചോദിക്കുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറയുകയാ, അവ്വലുമാ യൻഫുറു ഫീ ഖബരി മിനശ്ശഅരി, എന്റെ ഖബറിൽ എന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ആദ്യമായി കൊഴിഞ്ഞു പോകുന്നത് എന്റെ തലമുടിയാണ് സലീഹ. അതുകൊണ്ട് ഈ തലമുടിയെ നോക്കി നീ ആശ്ചര്യപ്പെടരുത്, ഈ തലമുടി നോക്കി നീ സന്തോഷിക്കരുത്. എന്റെ യുവാക്കളെ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ തലമുടി ഉണ്ടല്ലോ, ആ കോലം കെട്ട തലമുടി ഉണ്ടല്ലോ, ഓർക്കണേ പൊന്നു ചെറുപ്പക്കാരാ, ആ തലമുടി നാളെ ഖബറിലേക്ക് കൊണ്ടുവെക്കേണ്ട മൂന്നാമത്തെ ദിവസം മുതൽ നിന്റെ തലയിൽ നിന്ന് കൊഴിഞ്ഞു വീഴുമെന്ന് പരിശുദ്ധ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു തരുമ്പോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നുപോയ സലീഹ എന്ന് പറയുന്ന മിസ്രിലെ പെണ്ണ്, ആ മിസ്രിലെ പെണ്ണ് വിളിച്ചു പറയുകയാ, യൂസുഫേ നിന്റെ തലമുടി കാണാൻ എന്തോ ഒരു രസമാണ് യൂസുഫേ, നിന്റെ കാർകൂന്തൽ കണ്ട് ഞാൻ അത്ഭുതപ്പെടുകയാണെന്ന് മഹദിയായ സലീഹ പറയുമ്പോ ആദ്യമായി ഖബറിൽ വെച്ച് പൊഴിഞ്ഞു പോകുന്നത് തലമുടിയാണ് സലീഹ. അതുകൊണ്ട് ആ തലമുടിയെ നീ ഇഷ്ടപ്പെടേണ്ടതില്ല സലീഹ. വിടുകയില്ല. വീണ്ടും മഹദിയായ സലീഹ ബീവി പറയുകയാ, യാ യൂസുഫേ നിന്റെ അരികിലേക്ക് അദ്നൂ മിൻകാ വതതബഅദു മിന്നീ, ഞാൻ നിന്റെ അരികിലേക്ക് കടന്നു വരുമ്പോ എന്നിൽ നിന്ന് നീ വിദൂരം പ്രാപിക്കുകയല്ലയോ, ഞാൻ നിന്നെ പിടിക്കാൻ വേണ്ടി, ഞാൻ നിന്നെ ആകർഷിക്കാൻ വേണ്ടി ഞാൻ നിന്റെ അരികിലേക്ക് കടന്നു വരുമ്പോ വതതബഅദു മിന്നീ, എന്നിൽ നിന്ന് ഓടി മറയുകയല്ലയോ എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മഹദിയായ സലീഹ ബീവി പറയുമ്പോ, സലീഹ ഞാൻ ഓടുന്നത് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കാണ് സലീഹ. മഹദിയായ സലീഹ വീണ്ടും പറയുകയാണ്, ചാറ്റിങ്ങും ചീറ്റിങ്ങും ചെയ്യുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ഖുർആൻ നൽകുന്ന ഒരു പാഠമാണ്, ഒരു പ്രേമത്തിന്റെ ചരിത്ര പാഠമാ. ഇത് സ്വീകരിക്കണേ, ഇത് ഉൾക്കൊള്ളണമേ. യൂസുഫേ നിനക്ക് വേണ്ടി ഞാനിതാ പട്ടുമെത്ത വിരിച്ചിരിക്കുകയാണ്. സുഖലോലുപതയുടെ മടിത്തട്ടില് വിരാജിക്കുന്ന മിസ്രിലെ പെണ്ണായ സലീഹ, ആ സലീഹ ഇതാ തന്റെ കാമുകനെ വിളിച്ചു വരുത്തുകയാണ്. യാ യൂസുഫു ഖും യാ യൂസുഫു ഫഖ്ളി അന്നി ഹാജതി, എഴുന്നേൽക്കണേ യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് നിറവേറ്റി തരണമേ യൂസുഫേ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കിടപ്പറയിലേക്ക് മാടി വിളിക്കുകയാണ്, തന്റെ ശയ്യയിലേക്ക് മാടി വിളിക്കുകയാണ്. തന്റെ ആകാര സൗഷ്ഠവങ്ങൾ അവന് വേണ്ടി തുറന്നു വെച്ചിട്ട് ഇതാ ബാല്യക്കാരെത്തിയായ സലീഹ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യത്തിലും ഇതാ വീണുപോയി. തന്റെ കിടപ്പറയിലേക്ക് വിളിക്കുമ്പോ മഹാനായ യൂസുഫ് നബി പറഞ്ഞ ഒരേ ഒരു വാക്ക്, എന്റെ ചെറുപ്പക്കാരാ, ഒരു പെണ്ണ് നിനക്ക് നിന്റെ മുറി തുറന്നു തരികയും ഗൾഫിൽ പോയ ഭർത്താവ് ആ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ കിടപ്പറയിലേക്ക് കാമുകനെ വിളിച്ചാൽ ഓർക്കണേ, ഈ ഒരു വാക്കുകൾ ശ്രദ്ധിച്ചു കൊള്ളട്ടെ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് തന്റെ ഭാര്യ കിടപ്പറയിലേക്ക് ക്ഷണിക്കുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിരണ്ടു ഓടിയിട്ട് പറയുകയാണ്, സലീഹ ഇദൻ യദ്ഹബു അന്നി നസീബുൽ ജന്ന, നിന്റെ അരികിലേക്ക്, നിന്റെ കിടപ്പറയിലേക്ക്, നിന്റെ ചാരത്തേക്ക് ഞാൻ കടന്നു വന്നാൽ, നിന്റെ ശരീരത്തെ ഞാൻ മുത്തിമണത്താൽ നാളെ സ്വർഗത്തിന്റെ അനുരാഗം, സ്വർഗത്തിന്റെ സന്തോഷം, സ്വർഗത്തിന്റെ അനുഭൂതി എനിക്ക് നഷ്ടപ്പെട്ടു പോകും സലീഹ. അതുകൊണ്ട് ഞാൻ നിന്നിൽ നിന്ന് ഓടി മറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓടുകയാണ്. വസ്തബഖൽ ബാബ് വഖദ്ദത് ഖമീസഹു മിൻ ദുബർ വഅൽഫ യാ സയ്യിദാ ലദൽ ബാബ്. മഹാനായ യൂസുഫ് നബി
അലൈഹിസ്സലാത്തു വസ്സലാം ബീവി സലീഖയിൽ നിന്ന് വിരണ്ടോടുകയാ. അങ്ങനെ വാതിൽക്കലെത്തുമ്പോ ഇതാ അവിടെ വന്ന് നിൽക്കുന്നത് ആരെന്ന് പറയട്ടെ? മഹാനായ മഹദിയായ സലീഖ ബീവിയുടെ ഭർത്താവാണ്. തന്റെ ഭർത്താവിനെ വഞ്ചിച്ച് ഒരു കാമുകനെ തന്റെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചപ്പോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച തന്റെ കാമുകനിതാ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ഒരു ചെറുപ്പക്കാരനിതാ ആ സുന്ദരിയായ പെണ്ണിനെ ഒഴിഞ്ഞു മാറിയിട്ട് ഓടുകയാണ്. അതുപോലെ ഓടാൻ യുവാവേ, നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളിൽ നിന്ന്, സുന്ദരികളിൽ നിന്ന് ഓടാൻ ഞാനും നിങ്ങളും തയ്യാറുണ്ടോ? യൂസുഫ് നബിയെ കൊണ്ടേ പറ്റുള്ളൂ ഉസ്താദെ, നമ്മളെ കൊണ്ടൊന്നും അത് പറ്റൂല. നടക്കുവോ? ഇവിടെ മൊബൈൽ നോക്കിയാൽ എത്ര പെണ്ണുങ്ങളാ, എത്ര ബാല്യക്കാരെത്തിയുടെ ഫോട്ടോയാണ്. ഒരു കാമുക വിളിച്ചു തീരുമ്പോൾ അടുത്ത കാമുകിയുടെ കോള് വിളിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ അടുത്തവളുടെ ഇങ്ങനെ ലൈൻ കോൾ വെയിറ്റിംഗ്. ഉടനെ ഓള് ചൂടാവുക, എന്താ എത്ര നേരം എന്നെ വിളിക്കാൻ, ആരെ വിളിക്കുന്നു? ഞാൻ നിന്നെ വിളിച്ചിട്ട് എത്രയോ നേരം, നീ ആരെ വിളിക്കുന്നത്? ഞാനല്ല നിന്റെ എല്ലാം. യൂസുഫ് നബി ഓടിയത് എന്തുകൊണ്ടാണ്? സ്വർഗം എനിക്ക് നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ടാണ് ഞാൻ ഓടുന്നത്. ഓടി വാതിൽക്കലെത്തിയപ്പോ സലീഖയുടെ ഭർത്താവ് അവിടെ വന്നു. അപ്പൊ പ്രേമത്തിന് ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ യൂസുഫ് നബി സലീഖയെ ഉദാഹരിച്ചിരിക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സഹായിച്ചു. ആ പെണ്ണുങ്ങളുടെ കുതന്ത്രത്തിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സഹായിച്ചു. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹിച്ചത് സ്വർഗം കിട്ടണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഓടുന്നത്. അപ്പൊ സ്വർഗത്തിൽ പോയാലോ സൂപ്പർ ഐറ്റം സാധനങ്ങൾ കിട്ടൂലേ? സൂപ്പർ സാധനങ്ങൾ അല്ലാഹു തആല സ്വർഗത്തിൽ അല്ലാഹു നമുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ നമ്മളീ കിടന്ന് ഇതിന്റെ പിന്നാലൊക്കെ പോകുന്നത്? ഇതൊക്കെ ചുമ്മാ ചെറിയൊരു സൗന്ദര്യമല്ലേ? അതൊക്കെ 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാം യാ അല്ലാഹ് ഹലാസ് ടിഷ്യൂ പേപ്പർ പോലെ ആയി സംഭവം. എല്ലാം പോയില്ല സംഭവം. 2 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ മിനിക്ക് പുട്ടിയിട്ട് നിർത്തിയിരിക്കല്ലേ സംഭവം. അല്ല വൈറ്റ് വാഷ് ചെയ്യുന്നതിന് മുമ്പ് പുട്ടി പേസ്റ്റ് ഒക്കെ ഇടുന്നത് പോലെ അങ്ങനെ പുട്ടിയിട്ട് നിർത്തിയിരിക്കുന്ന സാധനമല്ലേ? കുറച്ച് മഞ്ഞൾ വാരി തെച്ച്, കുറച്ച് മിനിക്ക് വാങ്ങി തെച്ച്, കുറച്ച് മസ്കാര വാങ്ങി തെച്ചിട്ട്, കുറച്ച് ലിപ്സ്റ്റിക് വാങ്ങി തെച്ചിട്ട്, ഇതൊക്കെ വാങ്ങി തെച്ചിങ്ങനെ നടക്കല്ലേ സംഭവം. ഇതെല്ലാം ഒന്ന് കഴിയാൽ പോകുന്ന കേസ് കിട്ടല്ലേ ഉള്ളൂ. കബറിൽ കൊണ്ടുവച്ചിട്ട് 3 ദിവസം ആകുമ്പോൾ ഒന്ന് പോയി തുറന്നു നോക്കണം. അല്ലാ, ഇത് നമ്മുടെ ഫർസാനായ അല്ലാ, ഇതെന്തായി കാണുന്നത്? കബറും തുറന്നു നോക്കണം 3 ദിവസം കഴിഞ്ഞിട്ട്. ഈ കണ്ണൊന്നും കാണൂല സംഭവം. ഇവിടെ എന്ത് രസായിരിക്കും. അൻസിബ ഹസന, അൻസിബായ പുതിയ പെണ്ണ്, ഒരു സിനിമക്കാരെത്തി പെണ്ണ്, മുസ്ലിം പെണ്ണ്. അവള് പറഞ്ഞെന്താ, സിനിമ അഭിനയിക്കുന്ന അതൊന്നും പ്രശ്നമില്ല. ആര് പറഞ്ഞാൽ നരകുണ്ടെന്ന്, ആര് പറഞ്ഞു നരകുണ്ടെന്ന് എന്നൊരു പ്രശ്നമില്ല. ഓക്കത്താപ്പ പ്രശ്നം അങ്ങോട്ട് കൊണ്ടുവച്ചാൽ മതിയല്ലോ. അവർക്ക് ഇപ്പോൾ സ്വർഗ്ഗമുള്ള ഹൂറുകളെ അങ്ങോട്ട് വേറെ കൊണ്ടുവച്ചു കൊടുക്കല്ലോ. അങ്ങോട്ട് കൊണ്ടുവച്ചു കൊടുത്താൽ മതിയല്ലോ. നരകവേ ഇല്ല, നരകവേ അവിടെ ഇല്ല. സംഭവം ശരിയല്ല. സിനിമാ ഫീൽഡിൽ നരകവേ ഇല്ല. സ്വർഗമല്ലേ, സുഖമല്ലേ? അടിച്ചു വിളിക്കുക. എവിടെയും പോയി 2 ദിവസം കിടക്കാം, അവിടെയും പോയി 2 ദിവസം കിടക്കാം, അവിടെയും പോയി താമസിക്കുക. ഇഷ്ടാനുസരിച്ച് ആടയുടെ എല്ലായിടത്തും പോകാം. നരകമല്ല, പിന്നീട് നരകം വരാൻ പോകുന്നുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. നരകമൊക്കെ നിസ്സാരമായി ആളുകൾ കാണുകയാണ്, നിസ്സാരമായി കാണുകയാണ്. അപ്പൊ ഹൂറികളെ അള്ളാഹു നമുക്ക് നൽകും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് നൽകും. അപ്പോ ദുനിയാവിലെ കാമുകികളെ നമ്മൾ ഉപേക്ഷിക്കണം. അള്ളാഹു അതിനെ തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. വയസ്സന്മാരെ ആമീൻ പറയുന്നത്, ചെറുപ്പക്കാർ ആമീൻ പറയുന്നില്ലല്ലോ. വയസ്സന്മാർക്ക് കാമുകികളില്ല. ഇനിയിപ്പോ ആമീൻ പറഞ്ഞിട്ട് ബാല്യക്കാര് ആമീൻ പറയണം. കാമുകികളെ ഒഴിവാക്കി താഴ്ന്ന ആമീൻ എന്ന് പറഞ്ഞാൽ ബാല്യക്കാരെത്തികളും ആമീൻ പറയില്ല, ബാല്യക്കാരും ആമീൻ പറയില്ല. ഈ മജ്‌ലിസ് വെച്ചത് കബൂലായി പോകില്ല. ഇപ്പൊ നാളെ മുതൽ ഫോൺ കട്ട്, ഔട്ട് ഓഫ് കവറേജ്, കിട്ടുന്നേ ഇല്ല സംഭവം. എന്താ കിട്ടാത്തത്? എനിക്ക് സ്വർഗം വേണം. അതുകൊണ്ട് ഒന്നുകിൽ നമുക്ക് ഹലാലായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് സലാം പറഞ്ഞ് വിട്ടേക്കാം. വെറുതെ നമ്മളൊരു പെണ്ണിനെ സ്നേഹിച്ച് ആശ കൊടുക്കുന്നതിന്, ഓളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ആശ കൊടുത്തിട്ട് അവസാനം ഓൻ വേറെ അവന്റെ ഉപ്പായും ഉമ്മായെല്ലാം കൂടെ പോയിട്ട് വേറെ കല്യാണം ആലോചിച്ച് കല്യാണം നടത്തി കൊടുക്കും. ഈ പെണ്ണിനെ വഞ്ചിക്കല്ലേ, ഈ പെണ്ണിനെ വഞ്ചിക്കല്ലേ? ഇതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കുക. സ്വർഗത്തിന്റെ നസീബ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ താല്പര്യമായി പോയോ, പെട്ടെന്ന് കല്യാണം കഴിച്ചോ, അൽഹംദുലില്ലാ. 19-20 വയസ്സാകുമ്പോൾ പെണ്ണിട്ട് ഏറ്റവും ഹൈറത. പാപ്പ, ഉമ്മ, മാതാപിതാക്കളെ, നിങ്ങളുടെ ബാല്യക്കാരുടെ മക്കൾക്ക് നിങ്ങൾ 22-20 വയസ്സാകുമ്പോൾ പെണ്ണിടിച്ചു. പെൺകുട്ടികൾ 18 വയസ്സാകുമ്പോൾ അവരെയും കല്യാണം കഴിപ്പിച്ചുവിട്. അൽഹംദുലില്ലാ, റാഹത്തായി, പ്രശ്നങ്ങൾ തീർന്നു.
വെറുതെ കിടന്ന് കാമുകന്മാരുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് അവരുമായിട്ട് ഇങ്ങനെ ലവ് ചെയ്ത് വെറുതെ ഇങ്ങനെ എന്തിന് ഒളിച്ചോടി പോവുക. ആരുടെ കൂടെ ഒളിച്ചോടി പോവുക? മുസ്ലിമും ഇല്ല അമുസ്ലിമും ഇല്ല. എന്താ ഷിർക്ക് കുഫറിലേക്ക് അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുന്നു. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ പ്രേമം ഇത് നമുക്ക് ഖുർആനുമായി അല്ലാഹു സുബ്ഹാനഹു നമുക്ക് നൽകിയ ഉപദേശങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആർക്കും ഒരു പെണ്ണിന് നമ്മൾ ഒരു നിലയ്ക്കും നമ്മൾ ഒരു പെണ്ണിന് വാഗ്ദാനം ചെയ്യരുത്. ഖുർആൻ ولا تكرهوا فتياتكم على البغاء ولا تكرهوا فتياتكم على البغاء إن أردنا تحسنا لتبتغوا عرض الحياة الدنيا. ദുനിയാവിന്റെ മോഹം പ്രീതി വെച്ചുകൊണ്ട് ആശ വെച്ചുകൊണ്ട് പിരിശം വെച്ചുകൊണ്ട് ഒരു ബാല്യക്കാരത്തിയായ ഒരു യുവതിയായ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിനെ നീ വ്യഭിചാരത്തിലേക്ക്, അശ്ലീലതയിലേക്ക്, അനാവശ്യത്തിലേക്ക് നീ നിർബന്ധിക്കരുതേ. പരിശുദ്ധ ഖുർആൻ. ഒരു പെണ്ണിനെ നിർബന്ധിക്കാൻ പാടില്ല. ഇതിനെ ഞാൻ കൊല്ലും. എന്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത് യൂട്യൂബിലിടും. എന്റെ കൂടെ വാ, നമുക്ക് പോവാം, അവിടെ പോകണം, എന്റെ കൂടെ 2 ദിവസം തങ്ങണം, എന്റെ കൂടെ 2 ദിവസം താമസിക്കണം, ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബിലിടും. ഇങ്ങനെ ഈ പെണ്ണിനെ ഭീഷണിപ്പെടുത്തിയിട്ട് അശ്ലീലതയ്ക്ക് വേണ്ടി വിളിക്കുക. യുവാക്കൾക്ക് ഖുർആന്റെ താക്കീത്. ولا تكرهوا فتياتكم على البغاء. ഒരു കാരണവശാലും വ്യഭിചാരത്തിലേക്ക് വേണ്ടി നിങ്ങൾ ചെറുപ്പക്കാരികളെ നിങ്ങൾ ക്ഷണിക്കരുത്. യുവാക്കളെ സൂക്ഷിച്ചോ. പരിശുദ്ധ ഖുർആനാണ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ യുവാക്കളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ യുവതികളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ കണ്ടുപിടിക്കുക. നല്ല കൂട്ടുകാർ വേണം. കല്യാണം ആലോചിച്ച് രണ്ടുപേരും സ്നേഹിച്ചു, പ്രേമിച്ചു, ഇഷ്ടപ്പെട്ടോ, അൽഹംദുലില്ലാ. ഉപ്പായ വിളി, ഉമ്മായ വിളി, രണ്ടുപേരും വിളിച്ച് പറ, ഉപ്പ ഉമ്മ ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചു, സന്തോഷം. നിങ്ങൾ ഇന്നൊരു തൊട്ടിട്ടേ ഇല്ല, പക്ഷെ ഹലാല ഹറാമായ ഒന്നും നടന്നിട്ടേ ഇല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് താല്പര്യമാണ്, നിങ്ങൾ വിവാഹം കഴിപ്പിച്ച് തരൂ. അപ്പൊ വാപ്പായ ഉമ്മായ 2 കുടുംബവും നല്ലതാണോ എന്ന് അന്വേഷിക്കണം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ താകും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു. നിങ്ങളൊരു കൂട്ടരും പോയി സമ്മതിച്ച് ഇരു കുടുംബക്കാരും നിങ്ങൾ തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് നല്ല കുടുംബക്കാരാണ്, നല്ല വരനാണ്, നല്ല വധുവാണ്, നല്ല ആണാണ്, നല്ല പെണ്ണാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് മനപ്പൊരുത്തമുണ്ടായാൽ ഫസവ്വിജൂഹു, നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമേ. അതല്ല, വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതെ നിങ്ങൾ വാശിയോടെ വൈരാഗ്യത്തോടെ കഴിഞ്ഞു ഓടുകയാണെങ്കിൽ തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്, ഈ ഭൂമിയിൽ വല്ലാത്ത കുഴപ്പവും ഫസാദും ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. കാരണം ആ പെൺകുട്ടി അന്യരുടെ കൂടെ ഒളിച്ചോടി പോയാൽ മാതാപിതാക്കളെ നിങ്ങൾക്ക് നാണക്കേടാണ്. സൂക്ഷിക്കണം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? രണ്ടുപേരും യോജിച്ചാൽ കല്യാണം കഴിപ്പിച്ചു. അതാണ് ഏറ്റവും ബർക്കത്തായ കാര്യം, ഏറ്റവും ഖൈറായ കാര്യം. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹാത്തുകളാക്കട്ടെ. അതുകൊണ്ട് അതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം. പിന്നെ യുവാക്കളിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് മദ്യം, മയക്കുമരുന്ന്. മദ്യവും മയക്കുമരുന്ന് ബക്കറ്റുണ്ടോ? പാട്ട 1.5 മണിക്കൂറോ? മുസാഫാത്ത് എല്ലാവരും ഒരു മുസാഫാത്ത്. അപ്പം അത്രയും സമയം താമസിക്കില്ല, നമുക്ക് പോകുന്ന സമയം കൊണ്ട്. ബക്കറ്റാകുമ്പോൾ എല്ലാവരും എടുക്കൂലേ, തരും. മുസാഫാത്ത് കുറച്ച് പേരല്ല വരുള്ളൂ. നിങ്ങൾക്കല്ല കമ്പനിക്ക് നഷ്ടം. എല്ലാവരും ഒരു 3 സ്വലാത്തില്ല പോലെ എല്ലാവരും ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ മക്കളാക്കി അനുഗ്രഹിക്കട്ടെ. തഖ്വയുള്ള മക്കളാക്കി അനുഗ്രഹിക്കട്ടെ.
അള്ളാഹു നമ്മുടെ മക്കളെ പിഴച്ചു പോകാതെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ദുഷിച്ച സ്വഭാവങ്ങൾ ഈ സ്വതക്കയുടെ ബർക്കത്തും സ്വലാത്തിന്റെയും സദസ്സിന്റെയും ബർക്കത്ത് കൊണ്ട് എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളിൽ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു സ്വതക്ക, എല്ലാവരും പോക്കറ്റ് കൈ എല്ലാവരും ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ. നാളെ നമ്മളൊരു പെൺകുട്ടി വിവാഹം കഴിപ്പിച്ച് നാളെ ഒരു വിവാഹം കഴിക്കാൻ നല്ല സദസ്സാണ്. എല്ലാവരും കാര്യമായ നിലയിൽ എല്ലാം അൽഹംദുലില്ലാഹ് ഖൈർ. ആരും ഇടാതെ പിശുക്ക് കാണിച്ചിരിക്കരുത്. കള്ളം കൊണ്ടുപോകും പൈസ, ബിഗ് പാക്കറ്റ്. അവരൊന്ന് സഹായിക്കും നല്ല കാര്യമായിട്ട്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരല്ലേ. അൽഹംദുലില്ലാഹ് ഖൈർ. ഒരു ഹദീസും ഒരു ആയത്തും കൂടെ ഓതി നിർത്താം. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇന്നത്തെ മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ്. അതിന്റെ ഒരു ഹദീസും ഒരായത്തും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് 12 മണിയോട് കൂടി ദുആ അടക്കം ഇൻഷാ അല്ലാഹ് നിർത്താം. പ്രശ്നമില്ല. എന്തായാലും നമ്മൾ ഇത്രയും ദൂരമൊക്കെ ത്യാഗം സഹിച്ചൊക്കെ യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ. അപ്പം എന്തായാലും ഞങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു കുറച്ച് ഒരു ദം ബിരിയാണി വിളമ്പാതെ പോകുന്നത് ശരിയല്ല. എല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കളിച്ച് ഒരു ചെറിയൊരു സംഭവം. അൽഹംദുലില്ലാഹ് ഖൈർ. പ്രസംഗിച്ചാൽ ഇങ്ങനെ പ്രസംഗിച്ചാണ്ട് അങ്ങ് പോകാം. വലിയ സന്തോഷമാണ്. നമുക്കും താല്പര്യങ്ങൾക്ക് താല്പര്യമാണ്. അല്ലാഹു തആല നല്ലത് പറയുവാനും കേൾക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും തൗഫീഖ് നൽകട്ടെ. ദ്വാരക്ക എന്ന ഉസ്താദന്മാർ പറഞ്ഞ് 12 മണി വരെയും കൂടെ പറയാം. അൽഹംദുലില്ലാഹ് ആവട്ടെ. നാളെ പ്രസംഗമില്ലല്ലോ. ബാഗെല്ലാം തീർന്നില്ല. ഇന്നത്തോടുകൂടി ലാസ്റ്റ്. നാളെ കല്യാണം. ഓ മാഷാ അല്ലാഹ്. നാളെ കല്യാണത്തിനെല്ലാം പറഞ്ഞോ. അവർ വിളിച്ചില്ലാലും ഞാനായിട്ട് വിളിക്കാം. അൽഹംദുലില്ലാഹ്. നമ്മുടെ യുവാക്കളുടെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മദ്യവും മയക്കുമരുന്ന്. അത് വലിയൊരു പ്രശ്നങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി. സൂറത്തുൽ മാഇദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون وأطيعوا الله وأطيعوا الرسول واحذروا فإن توليتم فاعلموا أنما على رسولنا البلاغ المبين. യുവാക്കൾക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു പ്രമേയമാണിത്. ഇന്ന് യുവാക്കൾ ഒരുപാട് മദ്യപാനത്തിന് അടിമകളായിരിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാരായ മുസ്ലിം സഹോദരങ്ങളാണ്. പോലീസ് സ്റ്റേഷന്റെ കണക്ക് പരിശോധിച്ചാൽ കഞ്ചാവ് കച്ചവടക്കാരാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ. വളരെ ഖേദകരമായ കാര്യമാണ്. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ അവർക്ക് താക്കീത് നൽകുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യപാനവും ചൂതാട്ടവും അത് പിശാചിന്റെ വഴികളാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ മദ്യപാനത്തെയും മയക്കുമരുന്ന്, പാൻപരാഗ്, തുളസി അതുപോലുള്ള സാധനങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ആ ഉപയോഗം അല്ലാഹു എതിലേക്കാണ് ചേർത്തത് നിങ്ങൾക്കറിയോ? വൽ അൻസാബ്. മുസ്ലിമായ ചെറുപ്പക്കാരൻ മദ്യപിച്ചാൽ, മുസ്ലിമായ ചെറുപ്പക്കാരൻ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ആ മുസ്ലിമായ ചെറുപ്പക്കാരനെ പരിശുദ്ധ ഖുർആൻ ഉപമിച്ചത് ബിംബങ്ങളെ ആരാധിക്കുന്നവനെ പോലെ അത്രേ. ബിംബം ആരാധിക്കുന്നവരാണ്, പ്രതിഷ്ഠകളെ ആരാധിക്കുന്ന അമുസ്ലിമീങ്ങളാണ് പ്രതിഷ്ഠകളെ ആരാധിക്കുന്നത്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരൻ അവൻ മദ്യപിച്ചാൽ അവൻ ആരായി മാറും?
നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് മുദ്മിനുൽ ഖംറി കാബിദി വസൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യപിക്കുന്നവൻ മയക്കുമരുന്ന് കഴിക്കുന്നവൻ കാബിദി വസൻ അവൻ പ്രതിഷ്ഠയെ ആരാധിച്ചവനെ പോലെയാണ്. മറ്റൊരു റിവായത്തിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് മൻ മാത മുദ്മിനുൽ ഖംറി കാബിദിൽ ലാത വൽ ഉസ്സാ ആരെങ്കിലും മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് മരണപ്പെട്ടു പോയാൽ അവൻ മക്കയിലെ മുശ്രിക്കീങ്ങൾ ആരാധിച്ചിരുന്ന ലാത്തയെയും ഉസ്സയെയും ആരാധിച്ച് ചത്തുപോയവരെ പോലെയാണ്. ഉടനെ സ്വഹാബാക്കളെ ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലേ അറഅയ്ത മുദ്മിനുൽ ഖംറി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശർബിഹാ സ്ഥിരമായി മദ്യപിക്കുകയും മയക്കുമരുന്ന് കഴിക്കുകയും ചെയ്യുന്നവരെ കുറിച്ചല്ലയോ നബിയെ അങ്ങയുടെ പരാമർശമെന്ന് ബഹുമാനപ്പെട്ട സഹാബാക്കളെ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ലാ ولكن يشربها إذا وجدها إلا സഹാബത്തെ ഇടക്കിടക്കവൻ കുടിച്ചാലും ഇടക്കിടക്കവൻ മദ്യപിച്ചാലും ഇടക്കിടക്കവൻ മയക്കുമരുന്ന് കുത്തിവെച്ചാലും അവനും ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവനെ പോലെയാ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് അവന്റെ മേലെ മയ്യത്ത് നമസ്കരിക്കരുതേ. ലാ തുസല്ലിമു അലാ ശർബത്തിൽ ഖംർ മദ്യപിച്ചവൻ മയക്കുമരുന്നിന് അഡിക്റ്റായവൻ അവന്റെ മയ്യത്ത് അവന് സലാം പറയരുതേ. വലാ തഊദു മർളാഹും അവർ രോഗികളായാൽ രോഗ സന്ദർശനം നടത്തരുതേ. വലാ തുസല്ലു അലൈഹി അവൻ മരിച്ചാൽ അവന്റെ മേൽ മയ്യത്ത് നമസ്കരിക്കരുതേ. ഔ കമാ ഖാല റസൂലുള്ളാഹി അത്രയും ഗൗരവാത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് മയ്യത്തോലെ നിസ്കരിക്കരുത് മദ്യപിക്കുന്നവൻ കാരണം നരകത്തിലാണ്. ഹുവ ഫിന്നാർ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ഇജ്തനിബൂ അൽ കബായിർ ഇജ്തനിബൂ അൽ ഖംറ മദ്യം നിങ്ങൾ വർജിക്കണമേ ഫൈന്നഹാ ഉമ്മുൽ കബായിർ അത് ഏറ്റവും വലിയ പാപമാണ് വൻപാപങ്ങളുടെ മാതാവാണ്. ഫമൻ ശരിബഹാ ബിന്നഹാരി ലല്ല മുശ്രികാ പകൽ സമയത്ത് കഴിച്ചാൽ അവൻ മുശ്രിക്കായി പോകും. വമൻ ശരിബഹാ ബില്ലൈലി ബാത മുശ്രികാ അവൻ രാത്രിയാണ് കഴിച്ചതെങ്കിൽ അവൻ രാത്രി മുഴുവനും മുശ്രിക്കായിരിക്കുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. വെള്ളമടിച്ചിട്ട് രാത്രി പോയിട്ട് കിടന്ന് മരിച്ചു പോയാൽ ഈമാൻ എടുത്തു കളഞ്ഞില്ല അല്ലാഹു തആല. 40 ദിവസത്തോളം മദ്യപാനിയുടെയും മയക്കുമരുന്ന് കഴിക്കുന്നവന്റെയും ഉള്ളിൽ ഈ ഈമാൻ അല്ലാഹു മാറ്റിയിട്ട് അവന്റെ ഈ അവശിഷ്ടങ്ങൾ ഇതിന്റെ അവശിഷ്ടങ്ങൾ അവന്റെ ഉള്ളിൽ ഉണ്ടാകും. ഇല്ലാ അയ്യതൂബ ഇലല്ലാഹി അസ്സ വജല്ല റബ്ബിലേക്ക് അവൻ മടങ്ങുന്നത് വരെ തൗബ ചെയ്ത് മടങ്ങണം. പെട്ടെന്ന് തൗബ ചെയ്ത് കൊള്ളണം. ആരെങ്കിലും അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ചെറുപ്പക്കാരെ ഓർത്തോ നമ്മൾ മരിച്ചു പോകേണ്ടവരാണ്. മരണപ്പെട്ട് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഖബർ തന്നെ നമ്മളെ വേദനിപ്പിക്കുമെന്നാണ് ഹദീസുകൾ, ധാരാളം ഹദീസ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ഇത് ഫനൂ മൗതാകും വസ്തഖൂ മിൻ സാലിഹീൻ സാലിഹീങ്ങളുടെ മഖ്ബറയിൽ നിങ്ങൾ മയ്യത്ത് അടക്കണേ. നബിയുനാ റസൂലുള്ളാഹി സാലിഹീങ്ങളുടെ ഖബർസ്ഥാനിൽ ഔലിയാക്കൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മശായിഖുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആലിമീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ബറയിൽ വേണം നിങ്ങളുടെ മയ്യത്തടക്കാൻ. നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് എന്തുകൊണ്ടാണ്? അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖബറിലും റഹ്മത്ത് അല്ലാഹ് ഇറക്കി തരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ? ജന്നിബൂ അഹങ്കാരികളെ, തമ്മാടികളെ, മദ്യപാനികളെ അവരെ ആ ഖബർസ്ഥാനിൽ നിന്ന് മാറ്റി അടക്കണമേ. ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. ഇത്ര വിശാലമായ സ്ഥലം നമുക്ക് പറയാൻ ഒരു സൈഡിൽ കൊണ്ടുകൊണ്ട് നടക്കാൻ നിസ്കാരം ഇല്ലാത്തവര്, വെള്ളവടി ടീമുകള്, മയക്കുമരുന്നിന്റെ ടീമുകള്, കഞ്ചാവ് കച്ചവടക്കാര്, ലോട്ടറി കച്ചവടക്കാര്, പലിശക്കാര്, ഇവരെ